മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദ പവർ ഓഫ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു പില്ലറ്, ഡെലിവറൻസിനുള്ള പ്രധാനപ്പെട്ട പില്ലേഴ്സിനകത്ത് ഒരെണ്ണം ആണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മളതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏകദേശം 50 എപ്പിസോഡുകളോളം ആയിട്ട് പവർ ഓഫ് സാൽവേഷൻ, പവർ ഓഫ് ബ്ലഡ്, ദ പവർ ഓഫ് വേർഡ് ഓഫ് ഗോഡ്, പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്, പവർ ഓഫ് വർഷിപ്പ്, പവർ ഓഫ് സറണ്ടേഡ് ലൈഫ്, അവസാനമായിട്ട് പവർ ഓഫ് അനോയിൻറ്റിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 50 എപ്പിസോഡിലായിട്ട് പറഞ്ഞു. ഇതെല്ലാം ഡെലിവറൻസിന് വേണ്ട പില്ലേഴ്സാണ്. ഇനിയും ഇതുകൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ പില്ലേഴ്സിൻ്റെ ആ ഒരു സീരീസ് അവിടെ നിർത്തിയിട്ട് പിന്നെ ഡെലിവറൻസ് മെസ്സേജസിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ള പവർ ഓഫ് മിഷനാണ്. ഈ പവർ ഓഫ് മിഷൻ എന്ന് പറയുമ്പം പ്രേക്ഷിത ദൗത്യത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിലുള്ള ഇൻവോൾവ് ചെയ്യുന്നവരുടെ ശക്തിയെക്കുറിച്ചാണെന്ന് പറയുന്നത്. അവർക്ക് എന്താ ശക്തിയെന്ന് നിങ്ങൾ ചോദിക്കും. അത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. കർത്താവിൻ്റെ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പലതരമായിട്ടുള്ള ഡെലിവറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പല ഡെലിവറൻസും വന്നു ചേരും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും കൂടെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വേല ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വേല നടക്കുന്നുണ്ട്. ജഡത്തിൽ ചെയ്യുന്ന വേലയും ആത്മാവിൽ ചെയ്യുന്ന, ആത്മാവിൻ്റെ പ്രയോജനത്തിൽ ചെയ്യുന്ന വേലയുണ്ട്. ജഡത്തിൽ ചെയ്യുന്ന വേലയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൽഫിനെ റേസ് ചെയ്യുക. നമുക്ക് പല വേറെ മോട്ടീവ്സാണ്. അങ്ങനെ ഒരുപാട് സുവിശേഷന്മാരുണ്ട്. എന്നാലും ദൈവവചനമാണല്ലോ പ്രസ്താവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളതിൽ സന്തോഷിക്കുന്നതിനപ്പുറമായിട്ട് നമുക്കൊന്നും പറയാനില്ല. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറയും. പല ടീച്ചിങ്ങുകൾ പല രീതിയിലുണ്ട്. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അവിടെ ദൈവവചനം പറയുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുക എന്നേ ഉള്ളൂ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനം ആ രീതിയിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മിഷണറി പ്രവർത്തനത്തിന് യേശുക്രിസ്തു തന്നെയാണ് മാതൃക. ദ പവർ ഓഫ് മിഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ്, യേശു ഈ ലോകത്ത് വന്നത് എന്തിനാണ്? ദൈവരാജ്യം സ്ഥാപിപ്പാനാണ്. കർത്താവിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം ഈ ലോകത്തിൽ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അത് ആദ്യം യഹൂദന്മാരിൽ തുടങ്ങി ജാതികളിലേക്ക് പ്രകാശം വരണം എന്നും ഉദ്ദേശിച്ചാണ് യേശുക്രിസ്തു ഇൻകാർണേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജഡാവതാരത്തിലേക്ക് വന്നത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. അത് ദൈവത്തിൻ്റെ ഹാർട്ടായിരുന്നു. ദ മിഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയമായിരുന്നു. എന്നാൽ ആദാമും ഹവ്വായും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് മാറി പിശാച് ഈ ലോകത്തിലേക്ക് പ്രവർത്തനം വന്നപ്പോഴേ തന്നെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു ഈ ലോകത്തെ വീണ്ടെടുക്കണം എന്നുള്ള പദ്ധതി. ഇത് അനാദിയായിട്ടുള്ള പദ്ധതിയാണ്. നമുക്കതിനെക്കുറിച്ച് പിന്നീട് പല സമയങ്ങളിൽ വെളിപ്പെട്ട് കിട്ടിയ തിരുവെഴുത്ത് പ്രകാരമാണ് അറിയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയായിരുന്നു. ഈ പാപികളെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ടിട്ടല്ല സ്നേഹിക്കുന്നത്, ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ്റെ ബുദ്ധികേട് മുഖാന്തരം പാപം വന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ, കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, നിൻ്റെ രാജ്യം വരേണമേ എന്നുള്ളത്. ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ദൗത്യം, പ്രേക്ഷിത ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നത്. അതാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോഴേ പറഞ്ഞത്. യേശുക്രിസ്തു ലൂക്കോസ് 4:18 കർത്താവിൻ്റെ പ്രകടന പത്രിക എന്നറിയുന്ന ആ ഭാഗത്തിൽ പറയുന്ന, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. അദൃശ്യമായിട്ടുള്ള ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് യേശുവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. യേശുക്രിസ്തു അദൃശ്യനായിട്ടുള്ള ദൈവത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അതുമാത്രവുമല്ല, പഴയ നിയമത്തിൽ പറയുന്ന പാപപരിഹാര ബലി, അത് എന്ന് വെച്ചാൽ മറുവില കൊടുക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ
അതിനുവേണ്ടി കൊടുക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം ആയിരുന്നു യേശുവിൻ്റെ ജഡാവതാരത്തിലെ ഉദ്ദേശം. അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, അതുപോലെ രോഗികളെ പീഡിതന്മാർക്കും വിടുവിച്ചയക്കുക, സൗഖ്യം കൊടുക്കുക. ഇതെല്ലാം ആ സമയത്ത് അന്ന് യേശു ചെയ്തു. അതിപ്പോഴും യേശുവിൻ്റെ ആത്മാവിനാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ഭാഗമുണ്ട്, 1 യോഹന്നാൻ 3:8 സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് യേശു വന്നത്. ഞാൻ പറയുന്നില്ലേ, സാത്താനാണ് പാപത്തിൻ്റെ ഉപജ്ഞാതാവ്. അവൻ്റെ പ്രവൃത്തി അഴിക്കുക. വേറെ രീതിയിൽ പറഞ്ഞാൽ 1 തിമോത്തിയോസ് 1:15 പറഞ്ഞാൽ പാപികളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. ലൂക്കോസ് പറയുമ്പോഴത്തേക്ക് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുക, അല്ലേ? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുക. കൊരിന്ത്യർക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക. ഇതെല്ലാം അതിനകത്തുണ്ട്. റെക്കൺസിലിയേഷൻ, നീതീകരണത്തിൽ കൊണ്ടുവരിക, അവരെ കുറ്റവിമുക്തനാക്കുക, പാപികളെ രക്ഷിച്ചെടുക്കുക. ഇതെല്ലാം എന്താണ്? ദൈവത്തെ രാജ്യത്തിലേക്ക് നടത്തുന്ന പ്രക്രിയ. യോഹന്നാൻ വീണ്ടും പറഞ്ഞു, ജീവൻ കൊടുക്കുക, എറ്റേണൽ ലൈഫ് കൊടുക്കുക, സമൃദ്ധിയായ ജീവൻ കൊടുക്കുക. ഇതാണ് ദൗത്യം. യേശുക്രിസ്തു ലോകത്തിൽ വന്ന ദൗത്യം. എന്തിനാണ്? മനുഷ്യനെ, പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക എന്നുള്ള പർപ്പസ്. അതാണ് അൾട്ടിമേറ്റ് മോട്ടീവ്. ഈ ദൗത്യത്തിന് ദൈവം ദൂതന്മാരെ ഒന്നുമല്ല തിരഞ്ഞെടുത്തത്. ഈ ദൗത്യത്തിന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം യേശുക്രിസ്തു പോയ സമയം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം കഴിഞ്ഞ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അത് പറഞ്ഞിട്ട് എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ട് ഈ അധികാരത്തോടെ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ പുറപ്പെട്ട് സകലരെയും സകല ജാതികളെയും, അവിടെ ജാതി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, സകല ജാതികളെ, എല്ലാ ട്രൈബ്സും നേഷനും എല്ലാം. നേരത്തെ യഹൂദന്മാർക്ക് മാത്രമായിരുന്ന സുവിശേഷം സകല ജാതികളും അവനെ ശിഷ്യരാക്കിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സാണ് ബാക്കി പ്രസംഗിക്കുകയും സ്നാനപ്പെടുത്തുകയും പറഞ്ഞതെല്ലാം ഉപദേശിക്കുകയും അവരെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത് ശിഷ്യരാക്കിക്കൊള്ളാനുള്ള ആഹ്വാനം കൊടുത്തിട്ടാണ് യേശു പോയത്. അപ്പോഴത് തലമുറയായി എന്ന് പറഞ്ഞാൽ യേശു പോയി ഇപ്പം 2025 വർഷത്തിൽ കൂടുതലായി. ഇത്രയും സമയത്ത് ഇത് നമ്മുടെ മുൻ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത തലമുറയായി കൈമാറ്റം ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ഈ ദൗത്യം. അതിനോട് ചേർന്ന് യേശു പറഞ്ഞു, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അത് മത്തായി 28:20 വാക്യത്തിലാണ്. 18 വാക്യത്തിൽ നിങ്ങൾക്ക് സകല അധികാരവും തരാൻ നിങ്ങൾ പോവുക. രണ്ടാമത് പറയുക, നിങ്ങൾ ഒരിക്കലും പേടിക്കുകയൊന്നും വേണ്ട, ഭയപ്പെടേണ്ട, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് മെസ്സേജ് ഉണ്ട്. എന്നാലും അതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, 1 പോവുക എന്നുള്ളതാണ്, ഗോ, നിങ്ങൾ പോവുക. 2 സകല ജാതികളെയും ശിഷ്യരാക്കുക. ഈ 2 ദൗത്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേകം ഓർക്കേണ്ടത്, എല്ലാ വിശ്വാസികൾക്കും, കർത്താവിനെ അറിയുന്ന എല്ലാ വിശ്വാസികൾക്കുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ദേ ആർ കോൾഡ് ഫോർ എ മിഷൻ. ഒരു മിഷന് വേണ്ടി അവരെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് ഒരുപാട് മിഷൻ ഉണ്ടായിരുന്നു, അല്ലേ? പഴയ നിയമകാലത്ത് പ്രവാചകന്മാരെ വിളിച്ചു. അതിനു മുമ്പ് രാജാക്കന്മാരുണ്ടായിരുന്നു. മോശയുടെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പലരെയും ദൈവം തിരഞ്ഞെടുത്ത്, ലീഡേഴ്സിനെ തിരഞ്ഞെടുത്ത്, ഇസ്രായേൽ മക്കളെ ഗൈഡ് ചെയ്ത്, അവരെ ഡെവലപ്പ് ചെയ്ത് എല്ലാം കൊണ്ടുവരിക, ദൈവത്തിൻ്റെ വചനം കൊടുത്ത് കൊണ്ടുവരികയാണ്. അതിനകത്ത് പലരുമുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. പലരും ഈ മിഷനകത്ത് പങ്കാളികളായിരുന്നു. അവർ അന്ന് ആ ദൗത്യം ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തുന്നതിന് ശേഷം ഈ ദൗത്യം എല്ലാ വിശ്വാസികൾക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ ഈ മിഷൻ ദൈവത്തിൻ്റെ മക്കൾക്ക് എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ മിഷൻ എൻട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
there will be a power along with the mission. ഒരു ശക്തിയും കൂടി ആ മിഷനകത്തുണ്ട്. കാരണം എന്ത് പറയാനാണ് പോകുന്നത്? ഇവാഞ്ചലൈസേഷൻ. ഇപ്പം ആ വേർഡ് കോർപ്പറേറ്റിലെ IT മേഖലകൾ വരെ എടുത്തിട്ടുണ്ട്. ഇവാഞ്ചൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സുവിശേഷൻ എന്ന് ഉള്ള രീതിയിലാണ് പല കാര്യങ്ങളും പറയുന്നത്. നിങ്ങളൊരു ഇന്നോവേറ്റീവ് ഐഡിയാസ് പറയുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ ലൈഫ് പ്രദർശിപ്പിക്കാനായിട്ടും അതിൽ ടീച്ച് ചെയ്യുവാനായിട്ടും നിങ്ങൾ യേശുവിൻ്റെ ഡിസൈപ്പിളാക്കുവാനായിട്ടും നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കും. അത് മറന്നു പോകരുത്. അപ്പോൾ തിരഞ്ഞെടുത്ത് നിങ്ങളെ അയക്കുമ്പോൾ ദൈവം നമ്മളെ എംപവർ ചെയ്യും. കഴിഞ്ഞ അനുവേദിക്കനകത്ത് പറഞ്ഞാണ്, എക്വിപ്പ് ചെയ്യും, എംപവർ ചെയ്യും. എന്തിനാണ്? ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ എംപവർ ചെയ്യും. അതിനകത്തൊരു പവർ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുഖവരയായിട്ട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും അന്നേരം ഈ മിഷണറി പ്രവർത്തനത്തിനകത്ത് എല്ലാവരും ഭാഗമൊക്കെയാണ് എന്നുള്ള മുഖവരയായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചു. യേശുക്രിസ്തു ഈ കമാൻഡ് നമുക്ക് തന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൽ വിശ്വസിച്ചതായിട്ടുള്ള യഹൂദന്മാരായിരുന്നു കൂടുതലുമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ പറഞ്ഞത് യു ഗോ ടു ദ നേഷൻസ് എന്നുവെച്ചാൽ പീപ്പിൾ ഗ്രൂപ്പിലേക്ക്, രാഷ്ട്രങ്ങളിലേക്ക് പോവുക. അതിനകത്ത് അവരെ ആ പ്രോസസ്സിനകത്ത് അവരെ ഉപദേശിക്കുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അവരെ പ്രമാണിക്കുക, അനുസരിപ്പിക്കുക, അവരെ ബാപ്റ്റൈസ് ചെയ്യുക, സ്നാനപ്പെടുത്തുക. ദ ഹാർട്ട് ഓഫ് മിഷൻ, ഈ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ, സുവിശേഷം അറിയിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ആ ഹൃദയം യേശുക്രിസ്തു ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് യേശു പറഞ്ഞ എല്ലാം തന്നെ വിശ്വസിക്കുക, ബിലീഫ് എന്നുള്ളൊരു പോയിൻ്റാണ്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലെ പൗലോസ് പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനാണല്ലോ ആദ്യം കിട്ടിയത്, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സോ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് അൺടു സാൽവേഷൻ. അന്നേരം ദൈവശക്തിയാണ് രക്ഷയ്ക്കായിട്ട്. എന്തിനാണ് രക്ഷയ്ക്കായെന്ന് പറയുന്ന കാര്യം? അവരെ വീണ്ടും തിരിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. അതുകൊണ്ട് പുരുഷനായാലും സ്ത്രീ ആയാലും കുഞ്ഞായാലും വാർദ്ധക്യമുള്ളവനായാലും എല്ലാവരും ഈ സുവിശേഷ വേലയിൽ ഇൻവോൾവ് ആവണം. നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് ഇതിനകത്ത് എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നത്? ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ഇൻവോൾവ് ആകുമ്പോൾ അവിടെ ഒരു ഡെലിവറൻസ് നമുക്ക് വരുവാണ്. അത് ഡെലിവറൻസുമായിട്ട് ചേർത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഒരു ബാലൻ്റെ കയ്യിൽ, യേശു സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ഈ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കൈ കൊടുത്തപ്പോൾ അത് യേശുവിൻ്റെ ദൗത്യത്തിനെ സഹായിച്ചു, അല്ലേ? അവൻ വലിയ പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒന്നുമില്ല, അവൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കൊടുത്തു വിട്ടാണ് 5 അപ്പവും 2 മീനും. അത് യേശുവിൻ്റെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു ഡെലിവറൻസിന് കാരണം, വലിയൊരു ഗ്രൂപ്പ് ആളുകൾക്ക് ഭക്ഷണത്തിന് കാരണമായി തീർന്നു. ഒരു അത്ഭുതം അവിടെ നടന്നു, ഒരു മിറക്കിൾ നടന്നു. അതുകൊണ്ട് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്, മിഷനിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് പ്രാർത്ഥനയിൽ കൂടിയാകാം, അയക്കുന്നതിൽ കൂടിയാകാം, കൊടുക്കുന്നതിൽ കൂടിയാകാം, പോകുന്നതിൽ കൂടിയാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അതുകൊണ്ട് ഇതെല്ലാം ഈ മിഷൻ്റെ ഇൻവോൾവ്മെൻ്റാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഈ മിഷനകത്ത് ഇൻവോൾവ് ചെയ്യണം. ബൈബിളിൽ ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതിൽ ക്ലേമന്ത് ഉണ്ടായിരുന്നു, ബൈബിളിലുള്ള ലേഡീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ക്ലേമന്ത് ഉണ്ടായിരുന്നു, യുവോദ്യ ഉണ്ടായിരുന്നു, സുന്ദുക ഉണ്ടായിരുന്നു, ഫേബ ഉണ്ടായിരുന്നു, മറിയ ഉണ്ടായിരുന്നു, പെർസീസ് ഉണ്ടായിരുന്നു, നൂഫ ഉണ്ടായിരുന്നു, ലുദിയ ഉണ്ടായിരുന്നു, അക്വിലാവ് ഉണ്ടായിരുന്നു, പ്രിസ്കില ഉണ്ടായിരുന്നു. അക്വിലാവ് പ്രിസ്കില ഒരുമിച്ചാണ് പറയുന്നത്, അക്വിലാവും ആ കുടുംബം. അപ്പോൾ ഇവരെല്ലാം തന്നെ ദൈവത്തിൻ്റെ വേലയിൽ, സുവിശേഷ വേലയിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ലേഡീസിനാകാം, കുഞ്ഞുങ്ങൾക്കാകാം, പുരുഷന്മാർക്കാവാം, എല്ലാം ആവാം. എന്നാൽ ഇത് ചെയ്യുമ്പോൾ വലിയൊരു പവർ ഇതിനകത്തുണ്ട്.
സുവിശേഷം അറിയുക. സുവിശേഷം നേരത്തെ ഒരു ബിലീവറിൻ്റെ ചുറ്റും തന്നെ ആദ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ വാക്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവർ വസിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം തന്നെ ദൂതന്മാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ അതിനുപരിയായിട്ട് ഒരു അനോയിൻറ്റിങ്ങും അതുപോലൊരു ശക്തിയും നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ മുഖവരിയായിട്ട് പറയാനായിട്ട് ആഗ്രഹിച്ചത് മിഷൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ജനത്തെ, ദൈവത്തിൻ്റെ ക്രിയേഷനായിട്ടുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള ക്രിയേഷനായിട്ടുള്ള മനുഷ്യനെ തിരിച്ച് ദൈവരാജ്യത്തിലേക്ക് നടത്തുന്ന ഹൃദയവും ദൈവത്തിൻ്റെ പ്ലാനുമാണ് മിഷൻ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതാ പറയാനായിട്ട് ആഗ്രഹിച്ചത്. എന്താണ് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ആക്കി തീർക്കുന്ന ശുശ്രൂഷ? അത് യേശുക്രിസ്തു ഇനിഷ്യേറ്റ് ചെയ്തു, നമുക്ക് വേണ്ടി അത് ഷോർട്ട് കട്ടാക്കി തന്നു. നേരത്തെ ചെയ്യുന്ന പോലെ വലിയ വർക്കുകളിലൊന്നും ആവശ്യമില്ല. ആകെ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും എന്ന് ഒന്ന് പറയുക. നീ വേറൊന്നുമല്ല, നീ ഒരു ഹോസ്പിറ്റലിൽ പോയി നിനക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി, നീ സൗഖ്യമായി എന്ന് നിൻ്റെ അതേ അസുഖമുള്ള 10 പേരോട് പറയുക, ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ നിനക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, നിനക്ക് സൗഖ്യം വരും, എനിക്ക് വന്നു. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നിൻ്റെ ആത്മാവിൻ്റെ രക്ഷ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായി നിനക്ക് കിട്ടിയെങ്കിൽ നീ അത് നിൻ്റെ കൂടെ ഇരിക്കുന്ന 10 പേരോട് പറയുന്ന ആ വലിയ സന്തോഷം, അങ്ങനെ പറയുമ്പോഴേ ദൈവത്തിന് എന്ത് ആഹ്ലാദമാണ്, സന്തോഷമാണ്. അതായത് അങ്ങനെ വരുമ്പോഴേ ദൈവത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ് നിന്നെ സൂക്ഷിക്കുകയും നിന്നെ ഡെലിവർ ചെയ്യുകയും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ ബൈബിളിൽ നിന്നുള്ള കുറേ വാക്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുകയും എങ്ങനെയാണ് മിഷനിലെ ആ പവർ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുക. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദൗത്യത്തിലെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യത്തിലെ വലിയൊരു ശക്തി നീ ഞങ്ങളിലേക്ക് തരുന്നതോർത്ത് സ്തോത്രം. വിശ്വസിക്കുന്ന ഏവനും യഹൂദനായാലും യവനായാലും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണല്ലോ. ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിലെ കർത്താവെ മിഷനിൽ ഇൻവോൾവ് ചെയ്യുന്നവരിൽ കൂടുതലായിട്ട് വ്യാപരിക്കുന്ന ഓർത്ത് സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, നിൻ്റെ വേലയിൽ വ്യാപൃതരാകുവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനായിട്ടല്ല, അതിനുപരിയായിട്ട് നിത്യതയിൽ വിലയുള്ള കാര്യങ്ങളെ ചെയ്യുവാനായിട്ടുള്ള പ്രേരണയും താല്പര്യവും ഈ ദിവസങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ യേശുവിൻ്റെ വലിയ ആ ദൗത്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ വലിയൊരു വാഞ്ച കൊടുക്കണം. നീ കൊടുത്തിരിക്കുന്ന ജീവൻ, സമൃദ്ധിയായ ജീവൻ, അത് ഹൃദയത്തിൽ നിന്ന് അത് ആ സ്പന്ദനം കൂടുതൽ ശക്തിയോടുകൂടി വരുവാനും അനേകം ആളുകൾ അവരുടെ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവെ ഇടവരുത്തണമേ. കർത്താവെ, അബ്രഹാമിനെ നീ വിളിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി വെച്ചുവെങ്കിൽ അതേ ദൗത്യത്തിനായിട്ട് കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും എന്നെയും നീ വിളിച്ച് ആ വലിയ ദൗത്യത്തിലാക്കിയിരിക്കുന്നു. അത് മറന്നുപോകാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ, മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ വലിയ നാമത്തെക്കുറിച്ച് പറയുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലയിടത്തും കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ കുടുങ്ങിപ്പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഞങ്ങളുടെ ഹൃദയവും ഇരിക്കുമെന്ന് എൻ്റെ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആകുന്നു എന്നറിയുന്നു. അതുകൊണ്ട് ദൈവം ഭരിക്കുന്ന രാജ്യത്തിലെ അംഗങ്ങളായി തീരുവാനായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിനോട് ഏൽപ്പിച്ചിരിക്കുന്ന അതേ ദൗത്യം നീ ഞങ്ങളിലും തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ദൈവമേ, ഈ ദിവസങ്ങളിൽ അത് കൂടുതലായിട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ, നിൻ്റെ വലിയ ആ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു വലിയ ഡെലിവറൻസ് വന്നു ചേരുകയും ചെയ്യുവാനായിട്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വെസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായിട്ട് വാച്ച് ചെയ്യണം. ഇനി ഒരു എപ്പിസോഡ് കഴിയുമ്പോഴേ ഈ പവർ ഓഫ് മിഷൻ നമ്മളിവിടെ തീർന്നതിന് ശേഷം നമ്മൾ ഡെലിവറൻസ് മെസ്സേജിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ പലരും പ്രാർത്ഥന റിക്വസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ലൈവായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അടുത്ത സൺഡേ ജൂൺ 1 നമുക്ക് അതിനുള്ളൊരവസരമുണ്ട്. ആദ്യമായിട്ട് നമ്മളതൊന്ന്
ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ മീറ്റ് വഴി. രാത്രി 9 തൊട്ട് 10 വരെയുള്ള സമയത്ത് അരമണിക്കൂർ സമയം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ യൂട്യൂബ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നമ്പറുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിക്കുകയും അത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ളൊരു സമയമായിട്ട് എടുക്കും. അടുത്ത സൺഡേയിൽ ജൂൺ മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. ഇതിനകത്ത് താല്പര്യമുള്ളവർക്കെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് തുടർമാനമായി കാണണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.